ഗവർണർ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നു. ഇത് കവടിയാറിലുള്ള പോളിംഗ് ബൂത്തിലുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനുള്ളിൽ ഗവർണർ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കും. ഗവർണർ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഗവർണർ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ഒക്കെ വരി നിന്ന് വോട്ട് ചെയ്യലാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് രാജേന്ദ്ര ആർലേക്കർ എത്തിയിട്ടുണ്ട്. ശബരിനാഥൻ മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ വാർഡിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് വോട്ടുള്ളത്. ഗവർണർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നു. ഗവർണർ കേരളത്തിൽ ആദ്യമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഹരിമോഹനുണ്ട്. ഹരി, ഇപ്പോൾ ഗവർണർ കുടുംബസമേതമാണോ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഗവർണറുടെ വോട്ട് മാത്രമല്ലേ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ? അരുൺ, തീർച്ചയായിട്ടും ഗവർണറുടെ വോട്ട് മാത്രമാണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഗവർണർ കേരളത്തിൽ വോട്ട് ചെയ്യുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ആദ്യ വോട്ടാണ് കേരളത്തിലേത്. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കവടിയാർ വാർഡിലെ ജവഹർ നഗർ ബൂത്ത് 5-ലാണ് കേരള ഗവർണർ വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. കവടിയാറിലുള്ള ജവഹർ നഗർ LP സ്കൂളിലാണ് ഈ വോട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ ബൂത്ത് അല്ലെങ്കിൽ ഈ വാർഡ് എന്ന് പറയുന്നത് VIP-കളുടെ ഒരു നീണ്ട നിരയുള്ള വാർഡ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാവിലെ മുതൽക്ക് തന്നെ അത്തരത്തിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ ഗവർണർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. നേരത്തെ 11 മണിയാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും അല്പസമയം മുൻപ് തന്നെ ഗവർണർ എത്തി. വലിയ തിരക്കുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യൂവിൽ അധികം നേരം നിൽക്കേണ്ടി വന്നില്ല. അദ്ദേഹം നേരെ വന്നു. 2 പേർ ഉണ്ടായിരുന്നു. അതിന്റെ പുറകിലായി തന്നെ അദ്ദേഹം കയറുകയും ചെയ്തു. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഗവർണർ എന്നുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ വോട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാത്രമാണ് കേരളത്തിലേക്ക് മാറ്റിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി. ഇതിനുശേഷം ഒരു പ്രതികരണം, അതായത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സന്ദേശങ്ങൾ അദ്ദേഹം നൽകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടത്. അദ്ദേഹം പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഒരുപക്ഷെ വോട്ട് രേഖപ്പെടുത്തുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് എത്തുന്നു. പ്രതികരണമുണ്ടാവും, കേൾക്കാം. കേരള ഗവർണർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഗവർണർ പ്രതികരിച്ചിട്ടില്ല. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളോടൊന്നും ഗവർണർ ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. യെസ്, പ്രതികരിക്കുന്നുണ്ട്. Have their democratic right exercised in a very nice way. That is the part of and beauty of our democracy. That is what we want. Yes. Thank you. വോട്ട് രേഖപ്പെടുത്തുക ജനാധിപത്യത്തിലെ ഏതൊരു പൗരന്റെയും കടമയാണ് എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇപ്പോൾ പ്രതികരിച്ചു. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കവടിയാറിലെ 5-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഗവർണർ മടങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.